Hi dear students, welcome back to the English class of Exam Point. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് മിസ് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പോയമാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയം. അതിൻ്റെ പേര് തന്നെ പോയട്രി എന്നാണ്. നിങ്ങളുടെ 4th യൂണിറ്റിലെ പോയമാണ് ദ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള പോയം. ഓക്കെ, അപ്പോൾ ഈ പോയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണ്? എങ്ങനെയാണ് ഒരാൾ പോയം എഴുതുന്നത്, അല്ലെങ്കിൽ ഓരോ പോയവും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പോയം എഴുതുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് രാവിലെ ഒരു പോയം എഴുതിയേക്കാം എന്നൊക്കെ വിചാരിച്ച് പോയം എഴുതുന്നതാണോ? അല്ല, അല്ലേ? എങ്ങനെയായിരിക്കും ഒരാൾക്ക് പോയം എഴുതാനുള്ള ഒരു കഴിവുണ്ടാകുന്നത്? ഒരിക്കലും ഒരൊറ്റ ദിവസം കൊണ്ട് ആർക്കും ഒരു പോയം എഴുതാൻ പറ്റുകയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു പക്ഷേ വളരെ നാളുകളായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളെ, ചില ആശയങ്ങളെ കോർത്തിണക്കി ഒരുമിപ്പിച്ച് ഭംഗിയായി അവതരിപ്പിക്കുമ്പോഴാണ് അതൊരു പോയമായി മാറുന്നത്. ആർക്കും ഒരിക്കലും പറയാൻ സാധിക്കില്ല നമ്മൾ എന്നാണ് ഒരു പോയം എഴുതിയെന്ന്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു പോയം എഴുതുന്ന ഒരു എഴുത്തുകാരനോ ഒരു എഴുത്തുകാരിയോ ഒക്കെ ആയത്. അതായത് ഇന്ന വർഷം ഇത്രാമത്തെ ദിവസം ഇന്ന സമയത്താണ് ഞാനൊരു പോയറ്റായി മാറിയത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പം എന്താണ് പറയുന്നത്? വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വിചാരിക്കാതെ നമ്മളിലേക്ക് എത്തുന്ന ഒരു കഴിവാണ്. ബൈ ബർത്ത് എന്ന് പറയും. അതിന് നമ്മൾ എന്താ പറയുന്നത്? നൈസർഗികമായി നമുക്കുണ്ടാകുന്ന ഒരു കഴിവാണെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പം അങ്ങനെയാണ് ഒരു പോയം ജനിക്കുന്നത്, ഒരു പോയറ്റ് ജനിക്കുന്നത് എന്നിട്ടുള്ളത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ഈ പോയത്തിൽ പഠിക്കാനുള്ളത്, ഒരു പോയറ്റ് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് പോയട്രി ഉണ്ടായത്, അദ്ദേഹം എങ്ങനെയാണ് പോയം എഴുതിയത് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഓഥറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഓഥർ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. നമ്മുടെ ഓഥറിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നെഫ്താലി റിക്കാർഡോ റെയസ് ബസോൾട്ടോ. വലിയൊരു ലോങ് നെയിമാണ് നമ്മുടെ ഓഥറിനുള്ളത്. നമുക്ക് ഓഥറിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം വായിക്കാം. ഓഥർ who is popularly known by his pen name Pablo Neruda was a Chilean poet, diplomat and politician. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ലോങ് നെയിം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? നമുക്കാണെങ്കിൽ ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ ഈ ഫുൾ നെയിം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം എഴുതുവാനായിട്ട് ഒരു പ്രത്യേക പേര് സ്വീകരിച്ചിരുന്നു. അതിനെയാണ് പെൻ നെയിം എന്ന് പറയുന്നത്. പാബ്ലോ നെരൂഡ എന്ന പെൻ നെയിമിലാണ്, അതായത് തൂലികാ നാമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ തൂലികാ നാമത്തിലായിരുന്നു ഇദ്ദേഹം കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ചിലി എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നുള്ളൊരു പോയറ്റാണ്. അതുകൊണ്ടാണ് ചിലിയൻ പോയറ്റ്, ഡിപ്ലോമ ആൻഡ് പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരൻ ഒക്കെ കൂടിയായിരുന്നു അദ്ദേഹം. He wrote in a variety of styles and his works include surrealist poems, historical epics, പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് പ്രോസ് ഓട്ടോബയോഗ്രഫി. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈൽസിൽ എഴുതുന്ന ഒരാളാണ്. പ്രത്യേകമായി ചില ഭംഗിയുള്ള രീതികളിലേക്ക്, സാധാരണ നമ്മൾ കണ്ടുവരുന്ന രീതികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരാളായിരുന്നു പാബ്ലോ നെരൂഡ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ, എപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുണ്ട്. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, എപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ലോങ് പോയംസ് എഴുതുന്നതിന് നമ്മൾ എപ്പിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഹീറോ ക്യാരക്ടറൊക്കെ അതിനുണ്ടാകും, അതിനാണ് നമ്മൾ എപ്പിക്സ് എന്ന് പറയുന്നത്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്വന്തം ജീവിത കഥ തന്നെ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലമെൻസുകളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു എഴുത്ത് രീതിയായിരുന്നു പാബ്ലോ നെരൂഡയ്ക്ക് ഉണ്ടായിരുന്നത്. He often wrote in green ink, which was his personal symbol for desire and hope. He won the Nobel Prize for Literature in 1971. അപ്പോൾ അദ്ദേഹം എഴുതിയിരുന്നത് ഗ്രീൻ ഇങ്ക് കൊണ്ടായിരുന്നു. നമ്മളൊക്കെ എഴുതുന്നത് എങ്ങനെയാണ്, അല്ലേ? നീലമഷി, അതുപോലെ ചുമപ്പ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതാറ്, അല്ലേ? അദ്ദേഹം ഗ്രീൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്ന കളറ്, പച്ച കളറ്. അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാണിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും ഹോപ്പ്, അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി, വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എഴുതുമ്പോൾ ഈ ഗ്രീൻ ഇങ്ക് സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം 1971 നോബൽ പ്രൈസ് വിന്നറായിട്ട് മാറുകയും ചെയ്തു ലിറ്ററേച്ചറിൽ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ പ്രാമുഖ്യം കൊണ്ട് 1971 നോബൽ പ്രൈസ് വിന്നർ ആവുകയും ചെയ്തു. ഇൻ ദിസ് പോയം, ഈ പോയത്തിൽ ദ പോയറ്റ് ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എംബ്രേസ്ഡ് ബൈ ക്രിയേറ്റിവിറ്റി
അപ്പോൾ ഈ പോയത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് ക്രിയേറ്റിവിറ്റി വന്നത്. എംബ്രേസ് എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ക്രിയേറ്റിവിറ്റി എങ്ങനെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലേക്ക് വന്നു, എങ്ങനെയാണ് അതിന് തുടക്കം ഉണ്ടായത് എന്നാണ് ഇവിടെ ഈ പോയത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഫൈൻഡിങ് ഹിസ് ഓൺ പാഷൻ ആൻഡ് കോളിംഗ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാഷനെ കൂടെ അദ്ദേഹം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഈ എഴുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പോയത്തിനകത്ത്. നമ്മുടെ പോയം ദ പോയട്രി എന്ന് പറഞ്ഞ പോയത്തിനകത്ത്, പോയത്തിൻ്റെ പേരാണ് പോയട്രി എന്നുള്ളത്. അപ്പം പാബ്ലോ നെരൂഡയുടെ പോയട്രി എന്ന് പറയുന്ന പോയത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ദ എക്സ്പീരിയൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യങ്ങളാണ്, ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ്, സ്വന്തം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പോയത്തിലൂടെ കൺവേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ, പോയറ്റിനെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണൽ എലമെന്റ്സ് ആണ് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കിടക്കാം. അപ്പോൾ മിസ് പോയം വായിച്ചു തുടങ്ങുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 124 എടുക്കുക. 124 പോയത്തിൻ്റെ ലൈൻസ് നമ്മൾ വായിച്ച് അതിൻ്റെ മീനിങ്സ് പറയുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പോയം മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് it was at that age poetry arrived in search of me. ആ പ്രായത്തിൽ, അറ്റ് ദാറ്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായത്തിൽ, ഏത് പ്രായം എന്ന് പറയുന്നില്ല, ഏതോ ഒരു സമയത്ത്, ഏതോ ഒരു പ്രായത്തിൽ, ഏതോ ഒരു കാലഘട്ടത്തിൽ, എപ്പോഴോ ആണ് പോയട്രി വന്നത്. അത് എപ്പോഴാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷെ എങ്ങനെയാണ് പോയം തുടങ്ങിയിരിക്കുന്നത്? ആൻഡ് അറ്റ് ദാറ്റ് ഏജ്, ആ പ്രായത്തിൽ, ഏതോ ഒരു പ്രായത്തിൽ, ആ പ്രായത്തിൽ എന്ത് സംഭവിച്ചു? പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ അന്വേഷിച്ച്, സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, എന്നെ അന്വേഷിച്ചുകൊണ്ട് പോയട്രി എന്നിലേക്ക് തന്നെ കടന്നു വന്നു. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് കെയിം ഫ്രം, അത് എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് കെയിം ഫ്രം, അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഐ ഡോണ്ട് നോ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിറ്റിന് ഒരു പിടിയുമില്ല, അറിയത്തേയില്ല എന്താണ്, എവിടെ നിന്നാണ് ആ പോയം വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല. അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ, അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം അദ്ദേഹം പറയാണ്, എവിടെ നിന്നാണ് ഈ പോയട്രി എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് എനിക്കറിയില്ല. ഫ്രം വിന്റർ ഓർ എ റിവർ. വിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് കാലമാണ്, ശൈത്യകാലം അല്ലേ? അപ്പം ശൈത്യകാലത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓർ എ റിവർ, ഒരു നദിയിൽ നിന്നാണോ, എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ശൈത്യകാലത്തിൽ നിന്നോ നദിയിൽ നിന്നോ, എവിടെ നിന്നാണെന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എവിടെ നിന്നാണ്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്താണ്? ഹൗ ഓർ വെൻ, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. നോ, they were not voices, they were not words, nor silence. അപ്പോൾ പോയട്രി എന്നെ തേടി വന്നു എന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്? they were not voices, അതൊരു ശബ്ദമായിട്ടല്ല എൻ്റെ അടുത്തേക്ക് വന്നത്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സംസാരിച്ചുകൊണ്ടാവാം അല്ലേ? പക്ഷേ പോയട്രി ഇവിടെ വന്നത് were not voices, ശബ്ദമായിട്ടല്ല പോയട്രി വന്നത്. they were not words, വാക്കുകളായിട്ടല്ല പോയട്രി വന്നത്. നോർ സൈലൻസ്, നിശബ്ദതയായിട്ടുമല്ല പോയട്രി പാബ്ലോ നെരൂഡയെ തേടി വന്നത്. പക്ഷെ എങ്ങനെയായിരിക്കാം പോയട്രി അദ്ദേഹത്തിലേക്ക് വന്നത് അല്ലേ? അപ്പൊ ഇത്ര ഈ ലൈൻസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പ്രായത്തിലാണ് അദ്ദേഹത്തെ തേടി പോയട്രി എത്തിയത്. അദ്ദേഹത്തിന് അറിയില്ല അതെവിടെ നിന്ന് വന്നു. ഒരു പക്ഷേ ശൈത്യകാലത്തിൽ നിന്നോ നദിയിൽ നിന്നോ ആവാം, എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എപ്പം വന്നു, എങ്ങനെ വന്നു, ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അത് ശബ്ദമായോ വാക്കുകളായോ നിശബ്ദതയായോ ഒന്നുമല്ല അദ്ദേഹത്തിലേക്ക് പോയട്രി എത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയത്തിന്റെ ലൈൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മുടെ പോയത്തിന്റെ ബാക്കി ലൈൻസ് നമുക്ക് നോക്കാം. But from a street I was summoned from the branches of night.
സമ്മൺഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു അല്ലെങ്കിൽ വിളിക്കപ്പെട്ടു, അങ്ങനെയൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം എന്തായിരുന്നു? ഒരു ശബ്ദമായോ നിശബ്ദതയായോ ഒന്നുമല്ലായിരുന്നു അത് വന്നത്. പക്ഷെ പെട്ടെന്ന് പറയാം, ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ്. വഴിയിൽ നിന്നുമാണ് അതെന്നെ വിളിച്ചത്. ഏതോ ഒരു വഴിയിൽ നിന്നുമാണ് പ്രത്യേകമായിട്ട് എന്നെ അത് വിളിച്ചത്. സമ്മൺഡ് ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു രാത്രി സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്നെ അത് വിളിക്കുകയായിരുന്നു. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ ഏതോ ഒരു സമയത്ത്, ഏതോ ഒരു മിനിറ്റിൽ, ഏതോ ഒരു സെക്കൻഡിൽ എപ്പോഴും എനിക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു പോയട്രി എന്നിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ പോയട്രി എന്നെ വിളിച്ചു എന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എന്നെ വിളിച്ചു, അല്ലെങ്കിൽ പെട്ടെന്നാണത് സംഭവിച്ചത്. Among violent fires or returning alone, there I was without a face and it touched me. അപ്പോൾ എന്താണ്? രാത്രിയിൽ വളരെ പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ്. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ്. എമംഗ് വയലന്റ് ഫയർ. ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ എന്താണ്? മാച്ച് സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റർ കൊണ്ടോ ഉണ്ടാക്കുന്ന തീയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അഗ്നി അല്ലെങ്കിൽ ഒരു കഴിവ്, അതിലേക്കാണ് ഈ വിളി വന്ന് എത്തപ്പെട്ടത്. ആൻഡ് റിട്ടേണിങ് എലോൺ. അദ്ദേഹം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുന്ന ആ സമയത്തായിരുന്നു. വലിയ വലിയ ചിന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ആൻഡ് ദാറ്റ് ടൈം ഹി വാസ് കോൾഡ് ബൈ പോയട്രി. ആ സമയത്താണ് അദ്ദേഹം പോയട്രിയാൽ വിളിക്കപ്പെട്ടത്. ആൻഡ് ദെർ വാസ് വിത്തൗട്ട് എ ഫേസ് ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. അപ്പോൾ ആ സമയത്തിൽ അദ്ദേഹത്തിന് ഒരു ഫേസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ വാക്കുകളുടെ ആന്തരിക അർത്ഥം എന്താണ്? ഇന്നർ മീനിങ് എന്താണ്? അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. ആ സമയത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു എഴുത്തുകാരനോ അത്ര പ്രാധാന്യമുള്ള ഒരു മനുഷ്യനായിട്ടോ ഒന്നും കരുതപ്പെട്ടു പോന്നിരുന്നില്ല. വിത്തൗട്ട് എ ഫേസ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോ ഐഡന്റിറ്റി ദെയർ. അദ്ദേഹം ഒരു വളരെ വലിയ എഴുത്തുകാരനാണെന്നോ ഒന്നും അദ്ദേഹം ആയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനൊരു ആളുകളുടെ ഇടയിൽ ഒരു വലിയ ഐഡന്റിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫേസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് തൻ്റേതായ ഒരു ഐഡന്റിറ്റി അവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു ടൈമിലാണ് അദ്ദേഹം ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. ആ ഒരു സമയത്താണ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലെങ്കിൽ പോയട്രി. ആ ഒരു സമയത്താണ് പോയട്രി അദ്ദേഹത്തെ സ്പർശിച്ചത്. അതായത് പോയട്രിയുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ആ പവർ, അത് എഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിലേക്ക് വന്നെത്തി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പെട്ടെന്ന് ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത്, ഏതോ ഒരു രാത്രിയുടെ ഒരു ബ്രാഞ്ചസിൽ, ഏതോ ഒരു യാമത്തിൽ അദ്ദേഹം വിളിക്കപ്പെട്ടു, പോയട്രിയാൽ വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ കഴിവിലേക്ക് അദ്ദേഹം തിരിച്ചറിയപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റി ഇല്ലായിരുന്ന കാലഘട്ടത്തിലാണ് പോയട്രി അദ്ദേഹത്തെ സ്പർശിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെയുള്ള പോയം? ഓക്കെ, പേജ് നമ്പർ 125 പോയത്തിൻ്റെ ഏതാണ്ട് 14th ലൈൻ തൊട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ് വീണ്ടും പഴയ പോലെ തന്നെ വായിച്ചു തുടങ്ങാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. I don't know what to say. My mouth had no way with names. എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പേരുകൾ പറയാൻ പോലും എൻ്റെ വായ, മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വായയാണ്. ഓക്കെ, അപ്പം പേരുകൾ, നെയിംസ്, പേരുകൾ പറയാൻ പോലും എൻ്റെ വായ മടിക്കുകയാണ്. എനിക്ക് പേരുകൾ പറയാനായിട്ട് പോലും സാധിക്കുന്നില്ല. എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല എന്നാണ് പാബ്ലോ നെരൂഡ അവിടെ പറയുന്നത്. മൈ ഐസ് വെയർ ബ്ലൈൻഡ്. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതുപോലെയാണ്, അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ല, അന്ധകാരമാണ് എൻ്റെ കണ്ണുകളിൽ, എനിക്കൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. പക്ഷെ എൻ്റെ ആത്മാവിൽ എന്തോ ഒന്ന് ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ ആത്മാവിൽ എന്തോ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു തുടങ്ങുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെടുകയാണ്. ഫീവർ ഓർ ഫോർഗോട്ടൻ വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിങ്സ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ചിറകുകളാണ്. അത് പറന്ന്
ഉയരാനുള്ളതാണ് അല്ലേ? ഫീവർ ഓർ ഫോർഗോട്ടൺ വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ വളരെ നിഗൂഢമായി വെച്ചിരുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ടും അറിയാതെ പോയിരുന്ന, ഫോർഗോട്ടൺ മറന്നുപോയിരുന്ന ആ ചിറകുകൾ, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കഴിവ്, അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കഴിവുകൾ അവിടെ തുടങ്ങുകയാണ്. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ, ഞാൻ എൻ്റെതായ യാത്ര, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോയറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം കഴിവ് അവിടെ ആരംഭിച്ചു തുടങ്ങുകയാണ്. അതാണ് ഐ മെയ്ഡ് മൈ ഓൺ വേ, ഞാൻ എൻ്റെതായ വഴിയിലേക്ക് തിരിയുകയാണ്. ഏതാണ് ആ വഴി എന്ന് പറയുന്നത്? നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന വഴിയാണോ അവിടെ പോയിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്? അല്ല. ഏതാണ് ആ വഴി? പോയറ്റ് ആവുക, പോയട്രി എഴുതുക, എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ വഴി. ഐ മെയ്ഡ് മൈ ഓൺ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോയട്രി എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക്, എഴുത്തിൻ്റെ കാലത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞുവെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡെസിഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ ഡെസിഫറിങ് ദാറ്റ് ഫയർ, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. വിച്ച് മീൻസ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ്, അദ്ദേഹം തൻ്റെ എഴുത്തുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡെസിഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം മനസ്സിലാക്കി പോവുക എന്നുള്ള അർത്ഥമാണ് ഡെസിഫറിംഗ്. അപ്പം ഉള്ളിലുള്ള കാര്യത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ആ തിരിച്ചറിവ് കൊണ്ട് അദ്ദേഹം മുന്നോട്ട് യാത്ര തുടങ്ങുകയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, പേജ് നമ്പർ 126 അടുത്ത പേജാണ്, അവിടെ മുതലാണ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ, faint without substance, pure nonsense, pure wisdom of someone who knows nothing. And I wrote എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എഴുതി തുടങ്ങുകയാണ്, ഞാൻ എൻ്റെ ആദ്യത്തെ വരി എഴുതി. പോയട്രി എഴുതി തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹം ആ പോയട്രിയുടെ ആദ്യത്തെ വരി എഴുതുന്നതിലേക്ക് കടന്നു. ആദ്യത്തെ വരി അദ്ദേഹം എഴുതി. ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ, അദ്ദേഹം തൻ്റെ ആദ്യത്തെ വരി അവിടെ എഴുതി. ഫെയിൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശക്തിയില്ലാത്ത, തുടക്കക്കാരനാണല്ലോ, അത് ആദ്യമായിട്ട് എഴുതുന്നതാണല്ലോ, അതാണ് ഫെയിൻറ്റ് ലൈൻ. ശക്തി കുറഞ്ഞ ആദ്യത്തെ വരി എഴുതി. വിത്തൗട്ട് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല, വലിയ ആഴമായ ചിന്തകളോ വലിയ അർത്ഥങ്ങളോ ഒന്നുമില്ല. അത് വായിക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അത് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. പ്യുവർ നോൺസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശുദ്ധ മണ്ടത്തരമായിരുന്നു. പ്യുവർ വിസ്ഡം ഓഫ് സമ്മൺ, ആ നോൺസെൻസ് എന്ന് അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒന്നും അറിയില്ലാത്തവൻ്റെ വലിയ ഒരു വിവേകം അതിൻ്റെ അകത്ത് പക്ഷേ ഉണ്ടായിരുന്നു. എല്ലാം അറിയുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നവർക്ക് ഒരു പക്ഷേ വിവേകം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അദ്ദേഹം ഇവിടെ പറയാണ്, ആ ഫെയിൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ പ്യുവർ നോൺസെൻസ് ആണ്. പക്ഷേ അത് എന്ന് പറയുന്നത് someone who knows nothing, ഒന്നും അറിയുന്നില്ലാത്തവൻ്റെ, അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ലാത്തവൻ്റെ പ്യുവർ വിസ്ഡം കൂടിയാണ്, വിവേകവും കൂടിയാണ് ആ ആദ്യത്തെ വരികളിൽ ഉണ്ടായിരുന്നത്. ആൻഡ് സഡൻലി, പെട്ടെന്ന്, ഐ സോ ദ ഹെവൻസ്, ഞാൻ സ്വർഗത്തെ കണ്ടു. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ് അൺഫാസ്റ്റൻഡ്, സ്വർഗത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നത് ഞാൻ കണ്ടു. ആൻഡ് ഓപ്പൺ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹങ്ങളിലേക്കുള്ള വഴി തുറന്നു വരുന്നത് ഞാൻ കണ്ടു. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്. പാൽപിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം ഇടിക്കുന്നത് പോലെയുള്ള ഒരു മുട്ടലാണ് അതും അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഷാഡോ പെർഫറേറ്റഡ് റിഡിൽഡ് വിത്ത് ആരോസ്, അവിടെ എന്താണ്? ഷാഡോസ്. അപ്പോൾ എന്താണ്? ഈ പ്ലാനറ്റ്സിൽ ഒരു ഹോൾസ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷാഡോ ഉണ്ടാകും. ആ ഷാഡോസ് കൂട്ടിയിട്ടുള്ള കുറേ കാഴ്ചകൾ അദ്ദേഹം കാണുകയാണ്. വിത്ത് ആരോസ്, അവിടെ മുഴുവൻ എന്നുള്ള കാഴ്ചകളാണ് അദ്ദേഹം കാണുന്നത്? ജീവൻ തുടിക്കുന്ന കുറേ എസ്റ്റേറ്റുകൾ. ആരോസ്, ഫയർ, ഫ്ലവേഴ്സ്, ദ വിൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് കാണുന്നത്? നല്ല ജീവനുള്ള ഗ്രഹങ്ങൾ, എസ്റ്റേറ്റുകൾ, നിഴലുകൾ, അതുപോലെ തന്നെ ആരോസ് ആൻഡ് ഫയർ, അതെന്താണ്? അമ്പുകൾ, തീയ്, അതുപോലെ തന്നെ പൂക്കൾ, ഫ്ലവേഴ്സ്, പൂക്കൾ അദ്ദേഹം കാണുകയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകൾ കൊണ്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ വിൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്,
ഇപ്പം അദ്ദേഹത്തിന് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ലാഴികയില്ല, എല്ലാം അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പേ നമ്മളൊരു ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലൈൻഡിങ് മൈ ഐസ്, എൻ്റെ കാഴ്ചകൾക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ കണ്ണുകൾ അന്ധമായി തീർന്നിരിക്കുന്നു, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എഴുതി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ ഫെയിൻറ്റഡ് ലൈൻസ് കഴിഞ്ഞ് മുന്നോട്ട് അദ്ദേഹം പോകുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പുതിയ യാത്രയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ ഓപ്പൺഡ് എവരിതിങ്. മിസ്റ്റീരിയസ് ആയിട്ടുണ്ടായിരുന്ന, മിസ്റ്ററി ആയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്ന് ഓപ്പണായിട്ട് അതിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, അപ്പം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വരികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ, ദ ലൈൻസ് ഓഫ് ദ പോയം ആർ കണ്ടിന്യൂയിങ്. ആൻഡ് ഐ, ഇൻഫിനിറ്റൈസിമൽ ബീയിങ്, ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. ഇൻഫിനിറ്റൈസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് എക്സ്ട്രീംലി സ്മോൾ എന്നാണ്, വളരെ ചെറുതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പാബ്ലോ നെരൂഡ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ വളരെ ചെറിയ ഒന്നാണ്, ഞാൻ അനേകം ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ലാത്ത, ആരുമല്ലാത്ത, അത്ര വലിയ മഹത് വ്യക്തി ഒന്നുമല്ലാത്ത വളരെ ചെറിയ ഒരാളാണ് ഞാൻ. ഇൻഫിനിറ്റൈസിമൽ ബീയിങ്, വളരെ ചെറിയ ഒരു മനുഷ്യനാണ് ഞാൻ. Drunk with the great starry void, like image of mystery. അതിനകത്ത് എന്താണ് പറയുന്നത്? Drunk with the great starry void. ഞാൻ പെട്ടെന്ന് തന്നെ വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒന്നാണ്. ലൈക്നെസ് ദ ഇമേജ് ഓഫ് മിസ്റ്ററി. വളരെ പെട്ടെന്ന് തന്നെ ഭൗമികതയുടെ, അതായത് ഭൂമിയിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ എത്ര പെട്ടെന്ന് ഉയരത്തിലെത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര ഉയരത്തിലേക്ക് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ എത്തപ്പെട്ടു. ഫെൽറ്റ് മൈസെൽഫ്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ തോന്നി എന്നാണ്. ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദി ആബിസ്. ആബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ ഗർത്തമാണ് ആബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം ഒരു വലിയ ഗർത്തത്തിൻ്റെ തന്നെ ഭാഗമായി തീർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വലിയ ഗർത്തത്തിൻ്റെ ഒരു താക്കോല് പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ, അത്ര വലിയ പ്രൗഢിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്. ഞാൻ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാറുണ്ട്, നക്ഷത്രങ്ങളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാറുണ്ട്, നക്ഷത്രങ്ങളെ കൂട്ടാക്കി എനിക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. എൻ്റെ ഹൃദയം വളരെ സ്വതന്ത്രമാണ്, എൻ്റെ ഹൃദയം വളരെ ഓപ്പൺഡ് ആണ്. ആൻഡ് ലൂസ് ഓൺ ദ വിൻഡ്, ഞാൻ കാറ്റിനെ പോലെ എവിടെ വേണമെങ്കിലും ഇപ്പോൾ എൻ്റെ ഹൃദയത്തിന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും, എൻ്റെ ഹൃദയത്തിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാത്തരം അനുഭവങ്ങളെയും എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കാൻ തക്ക രീതിയിലുള്ള ഒരു മനുഷ്യനായി ഞാൻ മാറിയിരിക്കുകയാണ്. ഐ ക്യാൻ ഫീൽ ലൈക്ക് വിൻഡ്. ഞാൻ കാറ്റിനെ പോലെ ആയി മാറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പോയതിൻ്റെ ലാസ്റ്റ് ലൈൻ ഇതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പോയട്രി അവസാനിക്കുന്നത്. പാബ്ലോ നെരൂഡ തൻ്റെ പോയട്രി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റാൻസാസിനെ, അതിനെ നമ്മൾ അതിൻ്റെ മാത്രം മീനിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പോയറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ്, വളരെ പെട്ടെന്ന് തന്നെ പക്ഷേ ഉന്നതങ്ങളിലേക്ക് എത്തി, ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് നക്ഷത്രങ്ങളിൽ കയറി യാത്ര ചെയ്യാനും ഹൃദയം സ്വതന്ത്രമായി വിട്ടുകൊണ്ട് കാറ്റിനെ പോലെ എല്ലാം ആസ്വദിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ലൈൻസിൽ പറഞ്ഞുകൊണ്ട് പാബ്ലോ നെരൂഡയുടെ പോയട്രി അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയം ക്ലിയർ ആയില്ലേ? വളരെ നല്ല പോയമായിരുന്നു അല്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസിലേക്കും ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്കും പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമുക്കിനി ടെക്സ്റ്റിൽ നോക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഡു യു തിങ്ക് ദ സ്പീക്കർ ഇൻ ദ പോയം earnestly wishes to be a poet? Which line says so? അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സ്പീക്കർ ആരാണ്? പാബ്ലോ നെരൂഡ തന്നെയാണ് നമ്മുടെ പോയറ്റിലെ സ്പീക്കർ അല്ലേ? അപ്പം അദ്ദേഹം ഒരു പോയറ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പം ഏത് ലൈനാണ് ആ മീനിങ് തരുന്നതെന്നുള്ളതാണ്. അപ്പോൾ പോയറ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ആൻസർ തന്നെ നമ്മൾ ആദ്യം പറയണം. നോ, അദ്ദേഹം പോയറ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഹി ഡസ് നോട്ട്.
അദ്ദേഹം പോയറ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ സെൻറ്റൻസ് ആക്കി പറഞ്ഞു. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. പോയട്രി എന്നെ തേടി വരികയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ പോയട്രി അറൈവ്ഡ്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രിയുടെ പോയറ്റിക് എലമെൻറ്റ്സ്, പോയത്തിൻ്റെ അല്ലെങ്കിൽ കവിതയുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ആ പോയറ്റിക് എക്സ്പ്രഷൻ ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ പോയട്രി അറൈവ്ഡ് ഈസ് personification. Poetry like a person comes looking for him. അപ്പോൾ പോയട്രി അറൈവ്ഡ് എന്ന ഭാഗത്തിനുള്ളിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പെർസോണിഫിക്കേഷൻ ആണ്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനില്ലാത്ത വസ്തുവിന് ജീവനുള്ള വസ്തുവിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മൾ കൊടുക്കുന്നതിനെയാണ് പെർസോണിഫൈ ചെയ്യുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പോയട്രി എന്നെ തേടി വന്നു എന്നാണ്. തേടി വരണമെങ്കിൽ എന്താണ്? ഒരു വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കണം, നമ്മളെ തേടി എത്തുന്നതാണല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പറയാണ് പോയട്രി ലൈക്ക് എ പേഴ്സൺ, ഒരാളിനെ പോലെ എന്നെ തേടി എന്നെ അന്വേഷിച്ച് എനിക്ക് വേണ്ടി വന്നതാണ് പോയട്രി എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ. ഓക്കെ, സോ മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. വിന്റർ ഈസ് എ സീസൺ when everything seems frozen and lifeless. We are the river represents died how of life. Find out a similar expression of contrast from the poem. അതായത് വിന്റർ എന്ന് പറയുന്ന ഒരു സീസൺ ആണ്. ആ സീസണിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം ഫ്രോസൺ ആയിരിക്കും, തണുത്ത മരവിച്ച അവസ്ഥയിലായിരിക്കും, ലൈഫ്ലെസ് ആണ്. അതായത് വിന്റർ സീസൺ നന്നായിട്ട് ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ അവിടെ മരങ്ങളിൽ ഇലകളോ പൂക്കളോ ഒക്കെ വളരെ കുറവായിരിക്കും, ഫ്രോസൺ അവസ്ഥയാണ്. അപ്പം അതിവിടെ കാണിച്ചിരിക്കുന്നത് ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഡെഡ് ആണ്, ഒന്നും ഇല്ല എന്നുള്ള ഒരു മീനിങ് പോലെ വേണം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു സിമിലർ എക്സ്പ്രഷൻ വേറെ എന്താണ് പോയത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ പോയത്തിലുണ്ട്. അതിൻ്റെ ആൻസർ ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ദേ വേർ നോട്ട് വേർഡ്സ് ഓർ സൈലൻസ്. അത് വാക്കുകളായിരുന്നില്ല, നിശബ്ദതയുമായിരുന്നില്ല. നമ്മൾ പോയട്രി എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം പോയത്തിൻ്റെ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം പറഞ്ഞ സെൻറ്റൻസ് ആണിത്. അതാണ് നമ്മുടെ പോയത്തിൽ ഇതേ സെയിം കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നതായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് വാസ് ദ പോയറ്റ്സ് കണ്ടീഷൻ ബിഫോർ പോയട്രി അറൈവ്? പോയട്രി വരുന്നതിന് മുൻപ് പോയറ്റിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ: ഹി വാസ് വിത്തൗട്ട് എ ഫേസ്. അദ്ദേഹത്തിന് മുഖമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ആരാണ് എന്താണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഹിസ് മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. അദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് പേരുകൾ പോലും ഉച്ചരിക്കാനായിട്ട് പറയുവാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹിസ് ഐസ് വെയർ ബ്ലൈൻഡ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പോയട്രി എന്നുള്ള ആ ഒരു വലിയ മഹാകാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഹാപ്പൻ ടു ദ പോയറ്റ് വെൻ പോയട്രി അറൈവ്? പോയട്രി വന്നു കഴിഞ്ഞപ്പോൾ പോയറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: സം ഫയർ സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഒരു തീ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. പുതിയ എന്തോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ എന്തോ ഒരു വലിയ കഴിവ്, ഉള്ളിൽ ഒതുങ്ങിയിരുന്ന ഒരു വലിയ അഗ്നി, അത് പുറത്തേക്ക് വന്നു. ഹി റിമെമ്പേർഡ് ഹിസ് ഫോർഗോട്ടൻ വിങ്സ്. അദ്ദേഹം മറന്നു പോയിരുന്ന തൻ്റെ ചിറകുകളെ ഓർത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അദ്ദേഹത്തിൻ്റെ ഉറങ്ങിക്കിടന്ന കഴിവുകളെല്ലാം അദ്ദേഹം പൊടിതെറ്റിയെടുത്തു. He made his own way, understanding that fire that started in his soul. He made his own way എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വന്തം വഴി സ്വീകരിച്ചെടുത്തു. എന്താണ്? പോയട്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹം സ്വീകരിച്ചെടുത്തു. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് ഈ അഗ്നിയെ, ഈ ഫയറിനെ സ്വീകരിച്ചുകൊണ്ട്. ഓക്കെ, ക്ലിയർ? വെരി ഗുഡ്. We can move to the 6th question. How did the poet show that after arrival of poetry is imagination no bounds?
അതായത് പോയട്രിയുടെ വരവിന് ശേഷമാണ് പോയറ്റ് മനസ്സിലാക്കിയത് ഇമാജിനേഷൻ എന്നതിന് യാതൊരു അതിർവരമ്പുകളുമില്ല, നോ ലിമിറ്റേഷൻസ്, നോ ബൗണ്ട്സ് എന്നുള്ളത് പോയറ്റ് മനസ്സിലാക്കിയത് പോയട്രിയുടെ വരവിന് ശേഷമാണ്. സോ അതെന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ദ പോയറ്റ് ഷോ ദാറ്റ് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് പോയട്രി imagination know no bounds by saying he has remembered his forgotten wings. അപ്പോൾ അദ്ദേഹം പോയട്രിയുടെ വരവിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇമാജിനേഷൻ ഉണ്ടായതെന്ന് പറയുമ്പം അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന കാര്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോർഗോട്ടൻ വിങ്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ അദ്ദേഹം മറന്നു കിടന്നിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The wings of imagination can take him anywhere. ഇമാജിനേഷൻ്റെ വിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ്റെ പവർ എന്ന് പറയുന്നത് വിങ്സിനെ പോലെയാണ്. ഇറ്റ് ഹാസ് നോ ബൗണ്ട്സ്, യാതൊരു അതിർവരമ്പുകളുമില്ല. കണ്ടോ, ടേക്ക് ഹിം എനിവെയർ ആസ് ഇമാജിനേഷൻ ഹാസ് നോ ബൗണ്ട്സ്. നമ്മൾ മനസ്സിലിങ്ങനെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നെയ്ത് കൂട്ടുന്നതിന്, ഓർത്തു കൂട്ടുന്നതിന് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ ഓപ്പണായിട്ട് പക്ഷികളെ പോലെ ചിറകടിച്ച് എവിടെ വേണമെങ്കിലും പറക്കാവുന്ന പോലെ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് സഞ്ചരിക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ 7th question. How does fever or forgotten wings indicate? Fever or forgotten wings എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: indicate the floods of ideas that surge through his mind. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ ശക്തിയിലുള്ള ഒഴുക്കാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുമിഞ്ഞുകൂടി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ആശയങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ വിങ്സ് ഓഫ് ഇമാജിനേഷൻ ആർ ടേക്കിംഗ് ഹിം ടു പ്ലേസസ്. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ കൊണ്ട് അദ്ദേഹം പല പല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Next we are moving to a question number 8. How does the vast, infinite and complex universe unfold itself before the poet in the poem? അപ്പോൾ ഈ പോയത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് യൂണിവേഴ്സ്. ഇത്ര ദുർഘടകരമായ, നമുക്ക് എത്രയാണ് നമ്മുടെ യൂണിവേഴ്സ്, ഭൂഖണ്ഡം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ബ്രെയിൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് മുഴുവൻ ഇപ്പോൾ പോയിറ്റിന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ ഇപ്പം പോയിറ്റിൻ്റെ മുൻപിൽ ഓപ്പൺ ആണ്, തുറന്നു കിടക്കുകയാണ്. ആ ഫ്രീഡം എന്നുള്ളത് കിടക്കുകയാണെന്ന് പോയിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. സഡൻലി ഹി ഈസ് സോ ദ ഹെവൻസ് ഓപ്പണിംഗ് അപ്പ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പോയിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഹി ഷോ ദ പ്ലാനറ്റ്സ് ആൻഡ് പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്. അദ്ദേഹം പ്ലാനറ്റ്സിനെ എല്ലാം കണ്ടു, ഗ്രഹത്തിൻ്റെ വലിയ കൂട്ടങ്ങളെയും അതുപോലെ തന്നെ മനോഹരമായ പ്ലാന്റേഷൻസ്, എസ്റ്റേറ്റുകളും അദ്ദേഹം കണ്ടു. He saw a perforated shadows riddled with arrows, fire and flowers and the winding night, in fact the universe itself. അപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ആരോസും ഫയറും ഫ്ലവേഴ്സും കൊണ്ട് പെർഫറേറ്റഡ് ആയിട്ടുണ്ട്, തുള വീണതുപോലെയുള്ള ഷാഡോ പോലെയുള്ള രൂപങ്ങൾ അത് അദ്ദേഹം കാണുകയാണ്. എങ്ങനെ കൊണ്ടുള്ള? ആരോസ്, ഫയർ, തീയ്, ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ട് അദ്ദേഹം കാണുകയാണ്. അതുപോലെ തന്നെ ഈ രാത്രിയിൽ അദ്ദേഹം കാണുന്നത് എന്തിനെ തന്നെയാണ്? യൂണിവേഴ്സിനെ തന്നെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെയും പ്രപഞ്ചത്തെയും മൊത്തത്തിൽ തന്നെയാണ് അദ്ദേഹം കാണുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. What do you think is referred to as fire and flowers? ഇവിടെ ഫയർ എന്നും ഫ്ലവേഴ്സ് എന്നും നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഫയർ സ്റ്റാൻഡ്സ് ഫോർ ദ സൺ ആൻഡ് ഫ്ലവേഴ്സ് സ്റ്റാൻഡ് ഫോർ ദി സ്റ്റാർസ്. ഫയർ എന്നതുകൊണ്ട് സൂര്യനെയും ഫ്ലവേഴ്സ് എന്നതുകൊണ്ട് നക്ഷത്രങ്ങളെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിഗറേറ്റീവ്ലി ഫയർ ക്യാൻ മീൻ ദ ഇമാജിനേറ്റീവ് പവർ ഓഫ് ഹിസ് സോൾ. ഫിഗറേറ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആലങ്കാരികമായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് എന്താണ്? ഈ ഫയർ, തീ എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ നമ്മുടെ പോയറ്റ് പാബ്ലോ നെരൂഡയുടെ സ്വന്തം ആത്മാവിൻ്റെ ഇമാജിനേറ്റീവ് പവറിനെ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ക്യാൻ മീൻ ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ദാറ്റ് ബ്ലൂംസ് ദെയർ. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ ഇമാജിനേഷനിൽ ഉണ്ടാകുന്ന ഐഡിയാസ് ആണ്. ഇതിനെയാണ് ഫ്ലവേഴ്സും ഫയറും കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ?
Okay, so moving to the last question, question number 10. How does the poet express his delight of writing the first line of poetry? അപ്പോൾ പോയത്തിൻ്റെ ആദ്യത്തെ വരി എഴുതുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷം, ഡിലൈറ്റ്, സന്തോഷം എങ്ങനെയാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്? He says the line was faint. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയില്ലാത്ത, ശക്തമായ എന്നുള്ളതാണ് ഫെയിൻറ്റ് എന്നതിൻ്റെ മീനിങ്. അപ്പം ആ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഫെയിൻറ്റ് ലൈൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് വാസ് പ്യുവർ നോൺസെൻസ്, അത് ശുദ്ധ മണ്ടത്തരമായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്യുവർ വിസ്ഡം, അതേ സമയത്ത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയുന്ന അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് അത് പ്യുവർ വിസ്ഡം ആണ്, ശരിയായ വിജ്ഞാനവും അത് തന്നെയാണ്. ഇറ്റ് വാസ് ദ വിസ്ഡം ഓഫ് സംവൺ ഹു നോസ് നത്തിങ്, ഒന്നും അറിയില്ലാത്തവൻ്റെ വിജ്ഞാനമാണ് അത്. ആൻഡ് ദെയർഫോർ, അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ഒറിജിനൽ ആൻഡ് ചാലഞ്ചിങ്, അതുകൊണ്ട് എന്താണ്? അത് ഒറിജിനലാണ്, യാഥാർത്ഥ്യമുള്ളതാണ്, അതിനകത്ത് പൊള്ളയായ ഒന്നും കാര്യങ്ങളുമില്ല, നഗ്നമായ സത്യം, പ്യുവറാണത്. നൗ ഹി വാസ് റൈഡിങ് വിത്ത് സ്റ്റാർസ് വിത്ത് ഹിസ് ഹാർട്ട് ലൂസ് ഇൻ ദ വിൻഡ്, ഇപ്പോൾ അദ്ദേഹം നക്ഷത്രങ്ങളിൽ കയറിയിരുന്ന സ്വതന്ത്രമായ ഹൃദയത്തോടു കൂടി യാത്ര ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പോയിട്ട് പോയം എഴുതുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തെയൊക്കെയാണ് ഈ ആൻസറിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ആസ് യൂഷ്വൽ നമ്മുടെ ആക്ടിവിറ്റി സെക്ഷൻ. എല്ലാവരും റെഡി അല്ലേ മിസ്സിൻ്റെ കൂടെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്? സോ മൂവിങ് ടു ദ ഫസ്റ്റ് ആക്ടിവിറ്റി. The poem is an example of verse and does not have an end rhymes. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് വേഴ്സ് ആണ് അല്ലേ? പോയം എന്ന് പറയുന്നത് വേഴ്സ് ആണ് അല്ലേ? എന്താണ്? ലൈൻസ് ആയിട്ട് വരുന്നതിന് നമ്മൾ വേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പോയട്രി നമ്മൾ വേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഡസ് നോട്ട് ഹാവ് ആൻ എൻഡ് റൈംസ്, എൻഡ് റൈംസ് ഇല്ലാത്തതാണ്. അപ്പോൾ എൻഡ് റൈംസ് ഇല്ലാത്ത വേഴ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരൊക്കെ അവിടെ എഴുതി വെക്കുക, അറിയത്തില്ലാത്തവർക്ക് മിസ് ഇപ്പം കാണിച്ചു തരാം. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഫ്രീ വേഴ്സ് എന്നുള്ളത്. ഓക്കെ, എൻഡ് റൈംസ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീ വേഴ്സ് എന്ന് വിളിക്കും. സോ ദ പോയറ്റ് ഹാസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻസ്റ്റൻസസ് ഓഫ് അലിട്രേഷൻ ടു ഗീവ് റിഥം ടു ദ പോയം. അപ്പോൾ നമുക്ക് ഫ്രീ വേഴ്സ് ആണ്, എൻഡ് റൈമിംഗ് വേർഡ്സ് ഇല്ല. അതായത് പിറ്റ്, കിറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് എഴുതി പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സസിലൊക്കെ. അതാണ് റൈമിംഗ് വേർഡ്സ്. എൻഡ് റൈംസ് അതില്ല നമ്മുടെ പോയത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? പോയറ്റിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ചില അലിട്രേഷൻസ് ആണ് പോയറ്റ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അലിട്രേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? ഓക്കെ, അങ്ങ് ഇവിടെ നോക്കിക്കോളൂ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് എന്താണ് അലിട്രേഷൻ എന്നുള്ളത്. അലിട്രേഷൻ ഇസ് ദി repetition of initial consonant sounds of a series of words with a phrase or line. ഒരു ഫ്രേസിലെയോ അല്ലെങ്കിൽ ഒരു ലൈനിലെയോ വേർഡ്സിൻ്റെ കോൺസണന്റ് സൗണ്ട്സ് ഇനീഷ്യൽ വേർഡിൻ്റെ ആദ്യ ഭാഗത്ത് ഇനീഷ്യലി വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. അതായത് ഫ്രീ, ഫയർ, കോൺസണന്റ് സൗണ്ട് ആണ്. എഫ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. മിസ് ഒന്ന് എഴുതി കാണിക്കാം. ഫ്രീ, ഫോഴ്സ്, ഫോർ, ഇങ്ങനെ ഒരു 3 വേർഡ്സ്. അതായത് എഫ്, എഫ്, എഫ്. എഫ് എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ് അല്ലേ? അപ്പം ഇങ്ങനെ എഫ് കോൺസണന്റ് സൗണ്ട് ഇനീഷ്യലി ആദ്യം വരുന്നത് പോലെ ഒരു ലൈനിലോ ഒരു ഫ്രേസിലോ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ എന്നുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പം ഈ അലിട്രേഷൻ നമ്മുടെ പോയത്തിൽ പാബ്ലോ നെരൂഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലിട്രേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അലിട്രേഷനിലേക്ക് പോവാം. ഏതൊക്കെയാണ് നമ്മുടെ പോയത്തിലെ അലിട്രേഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് നിങ്ങളുടെ പോയത്തിൽ തന്നിരിക്കുന്ന അലിട്രേഷൻ. അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന അലിട്രേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. ഈ 3 അലിട്രേഷൻസ് ആണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അലിട്രേഷൻ ആയത്? കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിരിക്കണം. ഇവിടെ ഏത് സൗണ്ട് ആണ്? സൗണ്ട്, എസ് സൗണ്ട്, എസ് ആണ് കോൺസണന്റ് സൗണ്ട് ഇവിടെ റിപ്പീറ്റഡ് ആയിരിക്കുന്നത്. സംതിങ് സ്റ്റാർട്ടഡ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കിക്കേ, ഫസ്റ്റ് ഫെയിന്റ് ലൈൻ എഫ്, എഫ് കോൺസണന്റ് സൗണ്ട് അലിട്രേഷൻ ആണ്. തേർഡ് വൺ നോക്കിക്കേ, പ്ലാന്റ്, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, പി സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. സൗണ്ട് ഓഫ് പി കോൺസണന്റ് സൗണ്ട്
3 റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അലിട്രേഷൻ ആണ്. ലാസ്റ്റ് വൺ വീൽഡ് വിത്ത് W കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അഗെയിൻ ഇറ്റ് ഇസ് ആൻ അലിട്രേഷൻ. അപ്പോൾ ഇതാണ് അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ആരും അലിട്രേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അലിട്രേഷൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് പോയതിൻ്റെ അപ്രീസിയേഷൻ ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പഠിച്ച പോയമായിരിക്കാം, ചിലപ്പോൾ പഠിക്കാത്ത പോയമായിരിക്കാം. അപ്പം നിങ്ങൾ നോക്കുക, മിസ് ഈ പഠിപ്പിച്ച പോലെ അലിട്രേഷൻസ് ഒക്കെ ആ പോയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് എഴുതി വെച്ചിട്ട് ഈ പോയത്തിൽ ഇതൊക്കെയാണ് അലിട്രേഷൻസ് എന്നൊക്കെ എഴുതുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വെബ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഇമേജസ് ഫ്രം ദി പോയം. പോയത്തിൽ കൊടുത്തിരിക്കുന്ന ഇമേജസ് മറ്റൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് ഇമേജസ്. പെർസോണിഫിക്കേഷൻ പോലെ തന്നെ ഇമേജസ് കൊടുത്തിരിക്കുകയാണ്. അതിലെ ഇമേജസിനെ മാത്രം സെലക്ട് ചെയ്ത് ഒരു വേർഡ് വെബ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ വേർഡ് വെബ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ എഴുതുകയാണെങ്കിൽ ഇമേജസ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇമേജസിനെ നമ്മൾ സർക്കിളിനകത്താക്കി. മിസ്സിൻ്റെ സർക്കിളൊന്നും അത്ര പോരാ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഇമേജസിനെ നമ്മളൊരു സർക്കിളിനകത്താക്കി. ഇനി നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് എഴുതി പോകാണ്. ഒരെണ്ണം നമുക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് എഴുതണം? വയലൻറ്റ് ഫയേഴ്സ്. വയലൻറ്റ് ഫയേഴ്സ്, ഇതാണ് ഒരെണ്ണം. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ബ്ലൈൻഡ് ഐസ് അല്ലേ? ബ്ലൈൻഡ് ഐസ്. തേർഡ് വൺ planets. Then fourth one abyss. Then fifth one flowers. Sixth one palpitating plantations. Palpitating plantations. Then comes heavens unfastened. Last one ഏതാണ്? Heavens unfastened. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഇമേജസ് വരും? 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ പോയത്തിനകത്ത് എത്ര ഇമേജസ് വരും? 7 ഇമേജസ് ആണ് നമ്മുടെ പോയത്തിൽ വരുന്നത്. അപ്പോൾ ഇമേജസ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈ ഇമേജസിനെ ഇതേപോലെ ഒരു വേർഡ് വെബാക്കി ആൻസറാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ ഇമേജസ് എങ്ങനെയാണെന്നുള്ളത്? സോ മൂവിങ് ടു ദി തേർഡ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 3. Following is a review of a poem written by one of the students in standard 10. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയ റിവ്യൂ ആണ്. പോയത്തിൻ്റെ ഒരു റിവ്യൂ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സം പാർട്ട് ഓഫ് ഇറ്റ് ആർ മിസ്സിംഗ്. അതിലെ ചില ഭാഗങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, തെറ്റായി വന്നിട്ടുണ്ട്. സപ്ലൈ സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കൃത്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് ആൻസർ എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ 128 നിങ്ങൾക്ക് ആ പാസേജ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ പാസേജ് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. അതിൻ്റെ ആൻസേഴ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പേജ് നമ്പർ 128 താഴെയായിട്ട് ഒരു പിങ്ക് കളർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പോർഷൻസിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ മിസ് ഇതിൻ്റെ ആൻസർ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ആ ആൻസർ ഒന്ന് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. മിസ്സിൻ്റെ കൂടെ ആൻസർ വായിക്കാൻ റെഡിയാണല്ലോ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ നോക്കാം. ഇതാണ് നമ്മുടെ ആൻസർ തുടങ്ങുന്ന ഭാഗം. Pablo Neruda's poem titled The Poetry is taken from the poet's collection of autobiographical poems which prepared under the title of Isla Negra, the name of his place of residence in Chile. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ആൻസർ വന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ് വിചാരിക്കുകയാണ്. മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങളെ കാണിച്ചേക്കാം.
ഈ ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗമാണ് ഇതിലെ ഫസ്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാബ്ലോ നെരൂഡയുടെ പോയിട്രി എന്ന് പറഞ്ഞിരിക്കുന്ന പോയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ പോയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ അദ്ദേഹം ചിലിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അതിൻ്റെ ആ ടൈറ്റിലിൻ്റെ അണ്ടറിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും എടുത്ത ഒരു പോയത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ സെക്കൻഡ് സെൻറ്റൻസ്, പോയിട്രി ഈസ് ദ ഇന്നർ റെവല്യൂഷൻ ഓഫ് എ പോയിറ്റ് ഇൻ ദ മേക്കിംഗ്. പോയിട്രി എന്ന് പറയുന്നത് ഒരാളെ പോയറ്റാക്കി മാറ്റാനുള്ള ഒരു വലിയ എവല്യൂഷൻ്റെ, ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കം, ഒരു ഭാഗം എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ആസ്ഡ് അബ്രപ്റ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. അതെന്ന് പറയുന്നത് വളരെ പെട്ടെന്നും, അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിചാരിക്കാത്ത സമയത്തുള്ളതുമായിരിക്കും. ആസ് ഇഫ് someone by a mysterious poet എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പോയിറ്റിനാൽ വിളിക്കപ്പെട്ടെന്ന് പറയും. ഹൂസ് ഒറിജിൻസ് ആർ അൺനോൺ. എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയാനേ സാധിക്കില്ല. അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളത് നമുക്ക് അറിയാനേ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേർ ഡസ് ഇറ്റ് കം ഫ്രം, അത് എവിടെ നിന്നായിരിക്കാം വന്നിട്ടുള്ളത്. ദ പോയറ്റ് ഡസൻറ്റ് നോ വെദർ ഇറ്റ് ഈസ് ഫ്രം. അതിൻ്റെ ആൻസർ ആണത് കേട്ടോ, വിന്റർ ഓർ എ റിവർ. ഇതാണ് സെക്കൻഡ് ആൻസർ. അത് എവിടെ നിന്ന് വന്നിരിക്കാം എന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ അത് വിന്റർ, ശൈത്യകാലത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അതൊരു നദിയിൽ നിന്നാണ് ആയിരിക്കാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പെർഹാപ്സ് ഇറ്റ് കെയിം ഫ്രം ദ സ്റ്റാറി വോയിഡ് ബട്ട് സിംബലൈസസ് ഒബ്സ്ക്യൂരിറ്റി ആൻഡ് മിസ്റ്ററി. പക്ഷെ ഇത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, അത് സ്റ്റാറി വോയിഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് നിഗൂഢമാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊന്നും നമുക്ക് അറിയാനേ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോയിറ്റ് ഈസ് ട്രൈങ് ടു എക്സ്പ്രസ് ഹിസ് ഇൻഎക്സ്പ്രസിബിൾ. അദ്ദേഹത്തിന് ഇമോഷൻസ് എന്താണ് എന്ന് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നേയില്ല. ഇറ്റ് ഈസ് ലൈക്ക് ഡെസിഫറിങ് ദ ഫയർ. അതെന്ന് പറഞ്ഞ എന്താണ്, ഇറ്റ് ഈസ് ലൈക്ക് ഡെസിഫറിങ് ദി ഫയർ. ഡെസിഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നായിരുന്നു മിസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്? ഡെസിഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അർത്ഥം മനസ്സിലാക്കുക. ഇപ്പം ഡെസിഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു അഗ്നിയെ മനസ്സിലാക്കി എടുക്കുന്നത് പോലെ ആയിരുന്നു ആ പോയത്തിൻ്റെ വരവെന്നുള്ളത്. ദ ഫയർ ഈസ് ആൻ ഇന്നർ ഫയർ, ദ ഫയർ ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷൻ. അപ്പം ഫയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? പോയറ്റിക് ഇൻസ്പിറേഷൻ്റെ ഫയർ ആയിരുന്നു. സിമിലർ ഇമേജസ് ഒക്വേർഡ് മെനി പ്ലേസസ് ഇൻ ദ പോയം. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ പോയത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് ഈ റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ആരെഴുതിയതാണെന്നാണ് മിസ് ആദ്യമേ പറഞ്ഞത്. നിങ്ങളെപ്പോലെ തന്നെ 10th പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയതാണ്. അപ്പോൾ അതിലെ മിസ്റ്റേക്സ് ആണ് നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തു. ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിസ് അണ്ടർലൈൻ ചെയ്ത ഭാഗത്താണ് ഈ ആൻസർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ ലൈക്ക് ഫോർഗോട്ടൺ വിങ്സ്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ ലൈക്ക് ഫോർഗോട്ടൺ വിങ്സ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ഫോർഗോട്ടൺ വിങ്സ് പോലെയാണ് ഇതെന്ന് പറയുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് വർക്ക് തീർന്നിട്ടില്ല, പകുതി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത സെക്ഷൻ്റെ ഭാഗമാണ് മിസ് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്തു തുടങ്ങാം. വിങ്സ് ഓൾസോ സ്റ്റാൻഡ്സ് ഫോർ ദ സെയിം ഇൻസ്പയർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെൻ ദ പോയിറ്റ് വിൽ ബി ഏബിൾ ടു ടേക്ക് എ ഫ്ലൈറ്റ് ഓഫ് ഇമാജിനേഷൻ. വിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോയറ്റിൻ്റെ ഇമാജിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലൈറ്റ് ചെയ്ത് പറന്നു തുടങ്ങിയ സമയത്തെയും കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. When he started to write, the first line seemed to be pure nonsense. അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ പാബ്ലോ നെരൂഡ ആദ്യമായിട്ട് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ ഫസ്റ്റ് ലൈൻ എഴുതി തുടങ്ങിയത്, ആ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്യുവർ നോൺസെൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ശുദ്ധ മണ്ടത്തരമായിരുന്നു, ശുദ്ധ മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, ദ പോയിറ്റ് സോ ദ പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്. ഇതാണ് അടുത്ത ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. മിസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് ആൻഡ് പെർഫോറേറ്റഡ് ഷാഡോസ്. അപ്പോൾ പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് ആൻഡ്
പെർഫൊറേറ്റഡ് ഷാഡോസ്. ഇത് രണ്ടും അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. ഹൃദയം ഇടിക്കുന്നത് പോലെ, പാൽപിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉള്ളിലുള്ള ഒരു വിങ്ങൽ പോലെ. പെർഫൊറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ചെറിയ ഹോൾസ് വീണിട്ട് കിടക്കുന്ന ഷാഡോസ് അതിലൂടെ കടന്നു വരുന്നതാണ്. അതാണ് പെർഫൊറേറ്റ് ചെയ്യുക, പെനിട്രേറ്റ് ചെയ്ത് വരുന്നത് പോലെ. അപ്പം പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, എസ്റ്റേറ്റുകളും പെർഫൊറേറ്റ് ചെയ്തു വരുന്ന ഷാഡോസുമാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. പിന്നെ ഇവിടെ ബാക്കി പറയുന്നത് ഇൻ കീറ്റ്സ് പോയം. കീറ്റ്സ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്. ഓക്കെ, കീറ്റ്സ് ഒരു റൊമാൻറ്റിക് റൈറ്റർ ആണ് കേട്ടോ. അപ്പൊ കീറ്റ്സിന്റെ ഒരു പോയം ഉണ്ട്. ആ പോയത്തിന്റെ പേര് ഇങ്ങനെയാണ്, ഓഡ് ടു എ നൈറ്റിംഗേൾ. ഓഡ് ടു എ നൈറ്റിംഗേൾ എന്നാണ് ആ പോയത്തിന്റെ പേര്. ആ പോയത്തിനകത്തും നമുക്ക് ഒരു കാര്യം കാണാനായിട്ട് പറ്റും. വി കെയിം അക്രോസ് എ സിമിലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതേപോലുള്ളൊരു സെയിം എക്സ്പ്രഷൻ നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും. വ്യൂലെസ് വിങ്സ് ഓഫ് പോയട്രി. നമ്മുടെ ഒരു വിങ്സ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, പോയത്തിൻ്റെ ചിറകുകൾ. പോയം പടർന്നു പന്തലിച്ച് വളർന്ന് ഉയർന്നു വരുന്നതിനെയൊക്കെ കാണിക്കുന്ന ഒരു വിങ്സ് ഓഫ് പോയട്രി. പോയട്രിയുടെ ഒരു ചിറകിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ത്രൂ ക്രിയേറ്റിവിറ്റി ദ പോയറ്റ് എക്സ്പീരിയൻസസ് എ കൈൻഡ് ഓഫ് ഇന്നർ എക്സ്പാൻഷൻ. അപ്പോൾ ഈ പോയറ്റിന് എന്താണ്, ഒരു ഇന്നർ എക്സ്പാൻഷൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വലിയ വളർച്ച അദ്ദേഹത്തിന് അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ്. അതെങ്ങനെയുള്ളതാണ്, വിച്ച് ഡിസ്ക്ലോസസ് ദ വാസ്റ്റ് എക്സ്പെൻസ് ഓഫ് ദ യൂണിവേഴ്സ് ബിഫോർ ഹിസ് ഇന്നർ ഐസ്. അപ്പോൾ എന്താണ് ഇത്, അദ്ദേഹത്തിന് ഡിസ്ക്ലോസ് ചെയ്യാണ്, തുറന്നു കൊടുക്കുകയാണ്. എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ഈ ലോകത്തിൻ്റെ തന്നെ ഒരു വാസ്റ്റ് എക്സ്പെൻസ് ഓഫ് ദ യൂണിവേഴ്സ് ബിഫോർ ഹിസ് ഇന്നർ ഐസ്. അദ്ദേഹത്തിൻ്റെ അകക്കണ്ണുകളിലേക്ക് പുറത്തുള്ള ഈ ലോകത്തെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ മുഴുവനായിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ബീയിങ് ഡ്രങ്ക് വിത്ത് ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് ഓർ വീലിംഗ് വിത്ത് ദ സ്റ്റാർസ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് അദ്ദേഹം രാത്രിയുടെ ഏതോ യാമത്തിൽ സ്റ്റാർസിൻ്റെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീലിങ്ങിലാണ്, അങ്ങനെയാണ് എന്നാണ് ഇവിടെ പോയട്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് വർക്ക്. ആ പോയത്തിൻ്റെ റിവ്യൂ 10th പഠിക്കുന്ന ഒരു കുട്ടി എഴുതി, അതിനെ നമ്മൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ആൻസർ കറക്റ്റ് ആക്കി തീർത്തിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പമാണ് അല്ലേ. അവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പാബ്ലോ നെരൂഡ എന്ന പെൻ നെയിമിൽ എഴുതുന്ന നമ്മുടെ പോയറ്റിൻ്റെ പോയട്രി എന്ന് പറഞ്ഞ പോയമായിരുന്നു പഠിച്ചത് അല്ലേ. പ്രത്യേകിച്ച് മറക്കരുത്, ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ പോയട്രിയാണ്, ഇതൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയത്തിൽ എന്താണ് പഠിച്ചത് നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കാം. ഏതോ ഒരു പ്രായത്തിൽ നമ്മുടെ പോയറ്റിനെ തേടി പോയം എത്തി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ആദ്യം പോയം എഴുതിയത് എങ്ങനെയായിരുന്നു, അത് ശുദ്ധ മണ്ടത്തരമായിരുന്നു, നോൺസെൻസ് ആയിരുന്നു, അതങ്ങനെയല്ല, അതായിരുന്നു വിസ്ഡം എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് അല്ലേ. അതിനുശേഷം എന്താണ്, ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതും കാണുന്നതും എല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ആ പോയറ്റിൻ്റെതായ ഒരു ഇമാജിനേഷൻ പവർ നമ്മുടെ സ്പീക്കർക്ക് പാബ്ലോ നെരൂഡയ്ക്ക് കിട്ടി എന്നുമാണ് നമ്മൾ ഈ പോയത്തിൻ്റെ അവസാനം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആ മിസ് പഠിപ്പിച്ച ആ പോയത്തിൻ്റെ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ ഫ്രഷ് അപ്പ് ചെയ്തെടുത്തല്ലോ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ആക്ടിവിറ്റീസ്, വേർഡ് വെബ്, എഡിറ്റിംഗ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പോയ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മിസ് വിചാരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ പോയറ്റിക് എലമെന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത് ആകെ ഉള്ളത് പോയറ്റിക്കിൻ്റെ ഇമേജസും അപ്രീസിയേഷനും അലിട്രേഷൻസും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ചാപ്റ്റർ പഠിക്കുന്ന കൂടെ തന്നെ എല്ലാം ഒന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്, നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ആണ് തരുന്നത്, എന്തെങ്കിലുമൊക്കെ ഡിസ്കോഴ്സസ് എഴുതാനായിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ അതിന് തക്കതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് പോലെ ഓരോ ചാപ്റ്ററും പഠിക്കുക, നന്നായി അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം വിൽ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ, ബൈ ബൈ.